ഹായ്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. രാവിലെ ഇതാ ഞാനിങ്ങനെ കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ചായയൊക്കെ വെച്ച് കടി ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇശല എണീറ്റ് വന്നിട്ടുള്ളത്. വെറുതെ എണീറ്റ് വരില്ല കേട്ടോ. എൻ്റെ കുറേ മുന്നേ തന്നെ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് ഫാനൊക്കെ കെടുത്തി പോന്നാലേ വരുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണല്ലോ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഇശല് വന്നിട്ട് ഇങ്ങനെ പിടിക്കാം കേട്ടോ. ഇത് സ്കൂളുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശയായിരുന്നു കടി കേട്ടോ. ഉഴുന്ന ദോശയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. അപ്പോൾ നല്ല പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ കട്ടി കൂടുതലായപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് പാകമാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അവൾ ബ്രഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉന്തി പറഞ്ഞയക്കണം. ഒന്നും പെട്ടെന്ന് അങ്ങ് ചെയ്യൂല കേട്ടോ. ഭയങ്കര മടിയാണ് ആൾക്ക്. അപ്പോൾ തന്നെ ഞാനിതാ ഉഴുന്ന ദോശേൻ്റെ ഇടയിൽ കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ചായ ആദ്യം വെക്കും കേട്ടോ. ചായ വെച്ചതിന് ശേഷം ഞാൻ കടി ഉണ്ടാക്കാൻ നിൽക്കുക. പിന്നെ ഇതിന് കൂട്ടാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇന്നലത്തെ മുട്ട റോസ്റ്റിൻ്റെ കറി ബാക്കിയുണ്ടായിരുന്നു. മുട്ട ഉണ്ടായിരുന്നില്ല, ഉള്ളിയും കറിയും ആയിട്ട് അങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൂട്ടിയിട്ട് കഴിക്കാം. കാരണം മോൾക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. മോൾക്ക് സ്കൂളുള്ള ദിവസം എന്ന് വെച്ചാൽ ക്ലാസ് ഉണ്ടാവും കേട്ടോ LSSൻ്റെ. അപ്പോൾ രാവിലെയാണ്. അപ്പോൾ എല്ലാം കൂടി ടൈമിൽ ഉണ്ടാക്കിയിട്ടാവില്ല. ഒന്നാമത്തെ കാര്യം അവൾക്ക് കുളിക്കാൻ വേണ്ടി ചുടുവെള്ളം വരെ ഇതിന്മേൽ വേണം വെക്കാൻ. അപ്പോൾ എല്ലാം കൂടി ആവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീഡിയോ എടുത്തിൻ്റെ തിരക്കുള്ള ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യമില്ല, ഞാൻ പോയി ബ്രഷ് എടുത്ത് കൊടുക്കണം. അവൾ ഒറ്റയ്ക്കൊന്നും ചെയ്യൂല. ബ്രഷ് ഭയങ്കര മടിയാണ് ആൾക്ക്. എണീറ്റ് വന്നാൽ കുറേ സമയം എടുക്കണം. തണുപ്പാകുമ്പോൾ കൂടുതൽ കേട്ടോ, അല്ലെങ്കിൽ അത്ര ഇല്ല. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചൂടാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മെഷീനിൽ തിരുമാളിൽ കൊണ്ടുപോയിടും. ഇപ്പോൾ യൂട്യൂബ് ഉണ്ടായ കാരണം സമയം കിട്ടാത്തതുകൊണ്ട് എല്ലാം ഇടയിൽ കൂടെ ചെയ്യാണ് കേട്ടോ. ഒന്നായിട്ട് ഇങ്ങനെ ചെയ്ത് നിൽക്കൂല കേട്ടോ. ഒക്കെ ഇടയിൽ കൂടെ ചെയ്താലല്ലേ വേഗം കഴിയുള്ളൂ. ഞാൻ ബ്രഷ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. അതാണ് അവളെ അവസ്ഥ. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ കൊടുത്ത് അവളെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. നീ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടേ. കാരണം സ്കൂളുണ്ടാകുമ്പോൾ പിന്നെ അവൾ കുളിക്കണം, ഇനി ചായ കുടിക്കണം, പിന്നെ എന്തെങ്കിലും ബുക്ക് നോക്കാനും എടുത്ത് വെക്കാനും ഒക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് അവൾക്ക് കൂട്ടാനുണ്ടാക്കണം, കൊണ്ടുപോകാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് ആയി കിട്ടണ്ടേ. ഒക്കെ പെട്ടെന്ന് ആക്കാം. പിന്നെ ഇന്നലത്തെ കറി ഉണ്ടായതുകൊണ്ട് കറിയൊന്നും ഉണ്ടാക്കേണ്ടിണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം തലേന്നത്തെ കറിയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് ആ ചുടലൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, ഇനിയിപ്പോൾ അവൾ ബ്രഷ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നമ്മൾ ചായ കുടിക്കല്ലേ, തലയിൽ എണ്ണ വെച്ചെടുത്തതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ചായയൊക്കെ കുടിക്കാം, ചായ കുടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ഞങ്ങളെ കുളി. അതെന്താണെന്ന് എല്ലാവരും അങ്ങനെ വിചാരിക്കും, തല കുത്തനേന്ന്. പക്ഷെ ഞങ്ങൾക്ക് നടക്കൂല, ടൈമില്ലാത്ത കാരണം. ഒന്നാമത്തെ കാര്യം അങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ നടന്നു പോകണം, കുറേ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങണമാണ് ഇവിടുന്ന്. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, തലേന്നത്തെ മുട്ട റോസ്റ്റിൻ്റെ കറിയാണ്. അതിൽ മുട്ട പിന്നെ പുഴുങ്ങിയിടാൻ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊന്നും ടൈമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒക്കെ കൂടി ആവി കിട്ടണില്ല. പിന്നെ ചായ വെക്കണം, കുളിക്കാനുള്ള വെള്ളം വെക്കണം, അത് നിർബന്ധമാണ് കുളിക്കാനുള്ള കേട്ടോ. അപ്പോൾ ഒരു കുടുക്ക കുളിക്കാൻ വെള്ളം ചൂടാവണം. അത്രയും സമയം അവിടെ എടുക്കില്ലേ. അപ്പോൾ അത് കാരണം അവളാണ് എനിക്കതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് വന്ന് പിന്നെ അവൾ കുളി കഴിഞ്ഞിട്ടാ. ചായ കുടിച്ച് അവളെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ ബുക്ക് എടുത്തൊക്കെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, LSSൻ്റെ ബുക്ക് മാത്രം എടുത്താൽ മതി, നമ്മൾ സ്പെഷ്യൽ ക്ലാസ് വരുന്നു കേട്ടോ, ശരിക്കുള്ള ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ എന്താ പറയുക, സ്പെഷ്യലായപ്പോൾ പിന്നെ അവൾ പറഞ്ഞു, എനിക്ക് ആ ബാഗ് വേണ്ട, ഞാൻ വേറെ ബാഗ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാഗ് എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലാണ് അവൾ ഇന്ന് കൊണ്ടുപോകാൻ നിൽക്കുന്നത്. അപ്പോൾ അവൾ ഇതെല്ലാം എൻ്റെ ബാഗിൽ തന്നെ കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ബാഗ് ഇപ്പോൾ ചളി, അവൾ കൊണ്ടുപോയാൽ പിന്നെ ആ ബാഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാളൊരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവരിങ്ങനെ ബെഞ്ചുമേൽ ഇടും, നിലത്തൊക്കെ ഇടുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷേ അവൾ പറഞ്ഞാൽ പെണം കൂട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ കൊണ്ടുപോയിക്കോ പറഞ്ഞേ. കാരണം ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനത്തെ സഞ്ചി ബാഗാണ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അതെറ്റ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവളെ മാറ്റൽ ഒരുങ്ങൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ സമയം ഞാൻ മെഷീനിലുള്ള തിരുമ്പാൻ നിൽക്കും കേട്ടോ. അതിങ്ങനെ എൻ്റെ ഇടയിൽ കൂടെ പണി നടക്കും. അവൾ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പിന്നെ വന്നാൽ ഇവിടെ സ്കൂളിൽ കൊണ്ടാക്കി വന്നാൽ പിന്നെ ചോറിൻ്റെ പരിപാടി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇന്ന് പിന്നെ എനിക്ക് ഇവിടെ സ്കൂളിൽ കൊണ്ടാക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഏടത്തി എവിടേക്കോ പോകുന്നുണ്ട്, തിരൂർക്ക്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പോണ വഴിക്ക് ഞാൻ ഇവളാക്കി കൊടുത്തോളാം പറഞ്ഞിട്ട് ഏടത്തിയായിട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം വന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഏറ്റവും പോകണ്ടേ അവളെയും കൊണ്ട്. അപ്പോൾ അതാ പിന്നെ പോയി വന്നാലും നമുക്ക് പണി കാര്യങ്ങളല്ലേ. പിന്നെ യൂട്യൂബ് ഉണ്ടായത് കാരണം കേട്ടോ ഒന്നാമത്തെ കാര്യം ടൈം കിട്ടാത്തത്. അല്ലെങ്കിലൊക്കെ നമുക്ക് എങ്ങനെ സമയം കിട്ടും. ലൈവും ചെയ്യലുണ്ട്, പിന്നെ വീഡിയോസും ഉണ്ട്. അതൊക്കെ കൂടെ ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇവൾക്ക് പിന്നെ ബേബി പൗഡറായിട്ട് മേടിച്ചു കൊടുക്കുക. ഇവൾ ബേബി പൗഡർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. മറ്റേ പൗഡറൊക്കെ അവൾക്ക് അലർജി ഉണ്ട്. സംഭവം ഗൾഫിൽ നിന്ന് പൗഡറുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ അലർജി ഉണ്ട്. അങ്ങനെ അവൾ എപ്പോഴും ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് വേണ്ടെന്ന്, ലിപ് ബാം യൂസ് ചെയ്തോന്ന് പറഞ്ഞിട്ടൊന്ന് മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ കുറച്ച് നിൽക്കും ചെയ്യും, പോവില്ല. അത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൾ ഇങ്ങനെ ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ പല്ല് പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചിരിക്കണേ. അതിങ്ങനെ ചിരിക്കുമ്പോൾ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ പല്ല് പോയത്. അപ്പോൾ അങ്ങനെ പിന്നെ അവൾ ഫാൻസി യൂസ് ചെയ്യാണ്. നമ്മൾ സ്വർണ്ണങ്ങൾ കാര്യമായിട്ടില്ല കേട്ടോ. വീട് പണിക്കൊക്കെ വിറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാൻസി എടുത്തിട്ട് ഇടുകയാണ് വള. നമ്മൾ സ്കൂളിൽ ഇതാകുമ്പോൾ വാച്ചിട്ടോ കെട്ടില്ല യൂണിഫോമിൻ്റെ കൂടെ. അപ്പോൾ ഇത് പറഞ്ഞ് വള മതി പറഞ്ഞിട്ട് അങ്ങനെ
എന്താണെന്നറിയില്ല കേട്ടോ, ഞാൻ വോയിസ് എടുക്കുമ്പോൾ ഇങ്ങനെ കിതക്കണല്ലേ, എന്താണെന്നറിയില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവളിങ്ങനെ ഡ്രസ്സൊക്കെ കറക്കി പോകുന്നുണ്ട് ഏടത്തിൻ്റെ കേട്ടോ. അപ്പോൾ എനിക്കൊരു സമാധാനം എന്താ വെച്ചാൽ ഏടത്തിൻ്റെതായതുകൊണ്ട് അവൾ കൊണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ അത്രയും സമയം എൻ്റെ ഓരോ പണികൾ നടക്കുമല്ലോ എന്നാണ് ഞാൻ ഇവിടെ സമാധാനിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ അവളെ ഏടത്തി കൊണ്ടാക്കി കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾ പോയതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്ത് ഇതുണ്ടായിരുന്നു, ചിക്കൻ ആയിരുന്നു കേട്ടോ. പിന്നെ വേഗം ഞാൻ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിൻ്റെ കാര്യത്തിലേക്ക് നിന്നിട്ടാ. ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രം മതിയല്ലോ ചിക്കൻ, അപ്പോൾ പിന്നെ അത് മാത്രം മതി. ഉപ്പേരിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കില്ലെങ്കിൽ അത് മാത്രം കൂട്ടിയും കഴിക്കൂട്ടോ. പിന്നെ ഞാൻ ചോറ് പിന്നെ നമുക്ക് അത്ര ഇതില്ല കേട്ടോ, റൈസ് കുക്കറിലായതുകൊണ്ട് എളുപ്പം ചോറിൻ്റെ പരിപാടി കഴിയും കേട്ടോ. ഈസി കുക്കുമ്പോൾ വെള്ളം വെക്കും, പിന്നെ ചോറ് റൈസ് കുക്കറിലാക്കി നമ്മൾ ചോറിൻ്റെ പരിപാടി ചെയ്യും. പിന്നെ അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ ഇപ്പോൾ തന്നെ മതി ധാരാളം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഞാൻ അവിടെ വിളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഞങ്ങൾ അങ്ങാടി ഇട്ട് എടുത്ത് അവിടെ അറ്റം പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞാനിതാ ടൗണിലേക്കൊന്നും കയറില്ല, അങ്ങാടിൻ്റെ അവിടെ മാത്രം പോയി നിൽക്കാച്ചിട്ട് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജ്യേഷ്ഠത്തി വിളിച്ചു, ജ്യേഷ്ഠത്തി എത്തിയിട്ടില്ല. അവൾ പറഞ്ഞാൽ എത്തുകയാണെങ്കിൽ കൊണ്ടുവരാമെന്നും പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ നീ പോയിക്കോ, ഞാൻ എത്തുമെന്ന് ഉറപ്പില്ലല്ലോ, അപ്പോൾ നീ പോയിക്കോ പറഞ്ഞപ്പോൾ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ അങ്ങാടി കേട്ടോ. അങ്ങാടി എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളെ കാണിച്ചതാണ് കേട്ടോ. പക്ഷേ അപ്പുറത്തൊക്കെ മീൻ, അങ്ങാടി കടകൾ, ഫ്രൂട്ട്സ്, പച്ചക്കറി എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ കയറുന്ന ഇറങ്ങുന്ന ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാ ഞാൻ അവരെ എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് അങ്ങോട്ട് പോയി. കുറച്ച് വന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തി അവരെ കാത്തുനിന്നിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് സ്റ്റോപ്പിൽ. അങ്ങനെ ഇവരെയും കൊണ്ട് വരിക കേട്ടോ. അവളെ വേറെ ഫ്രണ്ടുകളൊക്കെ ഉണ്ട്, അവർ ബാക്കിലാണ്. ഇവളും ഒരു കുട്ടിയും കൂടിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവർ പിന്നാലെ സംസാരിച്ച് ഇങ്ങനെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ ഞാനും ഇവളും കൂടെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോഡ് എടുക്കാൻ മറന്നും ചെയ്തു. നല്ല വെയിലത്താണ് വരുന്നത്. കാരണം ഞാൻ കുളിച്ചിറങ്ങിയ പാടാണ് കേട്ടോ കുത്തിയും കണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നീരിറങ്ങാൻ ചാൻസ് ഉണ്ടല്ലോ. പിന്നെ ഏടത്തി ഉണ്ട് കേട്ടോ കൂടെ തന്നെ. അപ്പോൾ ഏടത്തി അറിയാം, എനിക്കൊന്ന് ഫോൺ എടുത്തുകൂടായിരുന്നോ, ഫോൺ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പെടുവില്ലായിരുന്നല്ലോ എന്ന്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സിമ്മില്ലാത്ത ഫോൺ എടുത്താണ്ട് പോയിട്ടോ. സിമ്മുള്ള ഫോൺ വീട്ടിലും വെച്ച്, അതാണ് ഇപ്പോൾ പെട്ടത്. അപ്പോൾ ഏടത്തി അല്ലെങ്കിൽ എനിക്ക് വരേണ്ടിണ്ടായിരുന്നില്ലല്ലോ, ഒരു അക്കിടി പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയായിരുന്നു. അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. പിന്നെ ഇതാ വീട്ടിലെത്തിയപ്പോൾ വേഗം ലൈം ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ, കാരണം അത്രക്കും ചൂടുണ്ടായിരുന്നു. ഉച്ചക്കാണ് കേട്ടോ അവളെ ക്ലാസ് വിട്ടത്. ഇപ്പോൾ ജ്യേഷ്ഠത്തെയും കയറി വന്നാണ്, ഞാനും കയറി വന്നാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് എല്ലാവരും ഓരോ ഗ്ലാസ് ലൈം ഉണ്ടാക്കിയാണ്ട് കുടിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കൊണ്ട് കേട്ടോ. അങ്ങനെ മോള് മേലൊക്കെ കഴുകി വന്നതാണ് കേട്ടോ അപ്പം സ്കൂൾ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.